ഇറാൻ എന്ന രാജ്യത്തെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാം എന്ന അമേരിക്കൻ ഇസ്രായേൽ ലക്ഷ്യം അത്ര എളുപ്പത്തിൽ നടത്തിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേലിൽ വന്ന ഒരു ലേഖനത്തിൽ പറയുന്നത്. പൂർണ്ണമായ യുദ്ധത്തിൽ ഇറാനെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ നിലവിലുള്ള ഇറാൻ ഭരണകൂടത്തെ മാറ്റി സ്ഥാപിക്കുക എന്നത് ഏറെ ശ്രമകരവും ഒരുപാട് സമയം വേണ്ടിവരുന്ന ഒരു കാര്യവുമാണെന്ന് ആ ലേഖനം പറയുന്നു. ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനേയെ വധിച്ചതിന് ശേഷവും ഇറാന്റെ ഭരണകൂടത്തിന്റെ സ്ഥിരതയ്ക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അമേരിക്കൻ ഇന്റലിജൻസ് സംവിധാനം തന്നെയാണ് ഇത് ശരിവെക്കുന്നത്. ഇറാന്റെ ആണവ ശേഖരത്തെ നശിപ്പിച്ചുവെന്ന് ട്രംപ് പറയുമ്പോൾ ആ അവകാശവാദം പൂർണ്ണമായും ശരിയല്ലെന്ന് അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം പറയുകയാണ്. ഇറാന്റെ ഭൂപ്രകൃതിയുടെ സവിശേഷത കൊണ്ടും സൈനികരുടെ എണ്ണം വെച്ച് നോക്കിയാൽ കരയുദ്ധത്തിലൂടെ അവരെ കീഴടക്കുക എന്നത് സാധ്യമല്ലെന്നും ഇന്റലിജൻസ് വിഭാഗം ചൂണ്ടിക്കാണിക്കുന്നു. ഏതാണ്ട് രണ്ടാഴ്ചക്ക് മുകളിലായി തുറന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ചെലവായത് 15 ബില്യൺ ഡോളറാണ്. പ്രത്യേകിച്ച് നേരിട്ടൊരു ഗുണവും ഇല്ലാത്തൊരു യുദ്ധത്തിൽ അമേരിക്കയുടെ സമ്പത്ത് വിനിയോഗിക്കുന്നതിൽ അമേരിക്കയുടെ അകത്ത് ഇതിനോടകം തന്നെ പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു. ഒരുപക്ഷെ വളരെ എളുപ്പത്തിൽ 3-4 ദിവസങ്ങൾക്കുള്ളിൽ ഇറാന്റെ സുപ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും വധിച്ച് ശേഷം തങ്ങൾക്ക് അനുയോജ്യമായ ഒരു സർക്കാരിനെ ഇറാനിൽ സ്ഥാപിക്കുക എന്നതായിരിക്കണം ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും ആലോചിച്ചിരുന്നത്. ഇറാഖിലും ലിബിയയിലും അവസാനമായി ഇപ്പോൾ വെനസ്വേലയിലും അമേരിക്ക ഇതേ രീതി പരീക്ഷിച്ച് വിജയിച്ചതുമാണ്. എന്നാൽ ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി തുടങ്ങിവെച്ച യുദ്ധം 15 ദിവസം പിന്നിടുമ്പോഴും ഇറാന്റെ ഭരണകൂട സംവിധാനത്തെ തകർക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോഴും വളരെ ശക്തമായ രീതിയിൽ ഇറാൻ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. അമേരിക്ക സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യം എന്തെന്നാൽ ശത്രുവായി കാണുന്ന രാജ്യത്തിന് മേൽ ആദ്യം ഉപരോധം ഏർപ്പെടുത്തും. അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളോടും ഈ ഉപരോധത്തിന്റെ ഭാഗമാകാൻ അമേരിക്ക കൽപ്പിക്കും അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തും. അങ്ങനെ ഉപരോധമുള്ള രാജ്യത്ത് സ്വാഭാവികമായും ദാരിദ്ര്യം വന്നു ചേരും, വിലക്കയറ്റം ഉണ്ടാകും, കറൻസിയുടെ മൂല്യം തകർന്നടിയും. അങ്ങനെ അവിടെയുള്ളവർ ആ ഭരണകൂടത്തെ വെറുത്തു തുടങ്ങും. അരാജകത്വം അവിടെ ഉടലെടുക്കും. ആ സമയത്ത് CIA പോലെയുള്ള ഏജൻസികളെ ഉപയോഗിച്ച് ജനകീയ അട്ടിമറി ഉണ്ടാക്കുക എന്നതാണ് അമേരിക്കയുടെ സാധാരണ രീതി. ഒരു രാജ്യം ലോകത്തിന് തന്നെ അപകടമാണെന്ന പ്രചാരണം നടത്തി അങ്ങനെ വരുത്തി തീർത്തിട്ട് അവരെ സൈനികമായി നേരിടുന്നതാണ് മറ്റൊരു രീതി. എന്നാൽ ഇറാന്റെ പരമോന്നത നേതാവടക്കം സുപ്രധാന നേതാക്കൾ വധിക്കപ്പെട്ടിട്ടും ഇറാന്റെ സൈന്യം ഇപ്പോഴും നിർത്താതെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇറാന്റെ ഭരണ സംവിധാനം പ്രവർത്തിക്കുന്ന രീതി മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് തെറ്റിപ്പോയത്. ഇറാന്റെ പരമോന്നത നേതാവിനെ ഇല്ലാതാക്കുന്നതിലൂടെ രാഷ്ട്രത്തെ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിയിടാൻ സാധിക്കില്ല. അടുത്ത പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇറാനിലുണ്ട്. അതോടൊപ്പം തന്നെ IRGC എന്ന ഇറാനിലെ സൈനിക സംഘടനയെക്കുറിച്ചും അമേരിക്ക വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയില്ല എന്ന് വേണം കരുതാൻ. സാധാരണ രാജ്യത്തെ സേനയെപ്പോലെ ഭരണകൂടത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒന്നല്ല IRGC. അവർ ഒരു സ്വതന്ത്ര സൈനിക വിഭാഗമാണ്. പരമോന്നത നേതാവിൽ നിന്ന് നേരിട്ട് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്ന അവർ കാര്യങ്ങൾ അറിയിക്കുന്നതും അദ്ദേഹത്തെ തന്നെയാണ്. മാത്രമല്ല, ഇറാനിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം പോലും IRGCക്കുണ്ട്. അതുകൊണ്ട് തന്നെ നേതാക്കളിൽ ഒരാൾ ഇല്ലാതാവുന്ന അവസ്ഥ വന്നാൽ മറ്റു രാജ്യങ്ങളിലെ സൈന്യം ചെയ്യുന്ന പോലെ അമേരിക്കയ്ക്ക് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങാൻ ഇവർ തയ്യാറാകില്ല. എളുപ്പത്തിൽ ഇറാനിൽ ഒരു ഭരണമാറ്റം സാധ്യമല്ലെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാവുന്നതോടെ യുദ്ധതന്ത്രങ്ങളും ലക്ഷ്യങ്ങളും അവർ ഇനി മാറ്റം വരുത്തിയേക്കും. ഈ യുദ്ധം ഇനിയെന്ന് അവസാനിക്കും എന്ന കാര്യം ആർക്കും തീരുമാനിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് നിലവിലുള്ളത്.